രാവിലെ എപ്പോഴോ ഉറക്കമുണർന്നപ്പോൾ അമ്മ നല്ല പണിത്തിരക്കിലാണ്. ഇനി മുതൽ തറവാട്ടിലേക്ക് ഞാനും ചെല്ലേണ്ടതല്ലേ പണിക്ക്, അതുകൊണ്ടാവും. ആ, നീ എണീറ്റോ? ഞാൻ പണിയൊക്കെ ഒരുക്കുമായിരുന്നു. നീ പെട്ടെന്ന് കുളിച്ച് അമ്പലത്തിൽ പോയി വാ. അമ്മ പറഞ്ഞപ്പോൾ കൂടുതലൊന്നും മിണ്ടാതെ വേഗം ചെന്ന് കുളിച്ച് അമ്പലത്തിലേക്ക് നടന്നു. അമ്പലനടയിൽ ചെന്ന് ഉണ്ണിക്കണ്ണനെ പ്രാർത്ഥിക്കുമ്പോഴും മനസ്സിൽ നിറയെ രുദ്രേട്ടനായിരുന്നു. ആൾക്കെന്താണ് സംഭവിച്ചത് എന്ന ചോദ്യവും. രുദ്രൻ വന്നു അല്ലേ കൺമഷിയെ? പ്രസാദം തരുന്നതിനിടയിൽ പൂജാരി തന്നെ നോക്കി ചോദിച്ചു. നേർത്ത മൂളൽ മാത്രം നൽകി ആ കണ്ണുകളിലേക്ക് നോക്കി. ആരോ പറഞ്ഞു കേട്ടു കാലിന് വയ്യാതെയാണ് വന്നതെന്ന്, എന്തോ ആക്സിഡന്റ് പറ്റിയതാണെന്നൊക്കെ. ഇനിയിപ്പോൾ ആരാ ആ ചെക്കനെ നോക്കുക? പ്രായമായ അമ്മയോ? ആ, എന്ത് ചെയ്യാനാ, ഓരോ വിധി. ആ വാക്കുകൾ എന്തോ വല്ലാതെ നോവിക്കുന്ന പോലെ. ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഒന്നും പറയാനുള്ള അർഹതയില്ലല്ലോ. എൻ്റെ കുട്ടി അതൊന്നും ആലോചിച്ച് വിഷമിക്കരുത് കേട്ടോ. അവർ വലിയ വീട്ടിലെ അല്ലേ, അതൊക്കെ എന്തെങ്കിലും ചെയ്തോളും. എന്നെ ആശ്വസിപ്പിക്കാനെന്ന പോലെ ആ കണ്ണുകൾ എന്നിലേക്ക് നീണ്ടു. എന്നെ വെറുക്കുന്നുണ്ടാവും അല്ലേ തിരുമേനി? ഉള്ളിലെ ഗദ്ഗതം പുറത്തേക്ക് വന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഏയ് ഇല്ല കുട്ടിയെ, എൻ്റെ കുട്ടിയെ ഭഗവാൻ അറിയാലോ, ആർക്കറിയില്ലെങ്കിലും അത് മതി. ആ വാക്കുകൾ കേൾക്കവേ ശ്രീകോവിലിനുള്ളിലേക്ക് പ്രതിഷ്ഠയിലേക്ക് നോക്കി. എനിക്കൊന്ന് ഉള്ളു തുറന്ന് സംസാരിക്കാൻ പോലും ആരുമില്ലല്ലോ ഭഗവാനെ. അവൾ കണ്ണുകൾ ഇറുക്കെ അടച്ച് കണ്ണുകളിൽ നിന്ന് മിഴിനീർ ഒലിച്ചിറങ്ങി. ചുണ്ടുകൾ വിറച്ചു. തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ പതിവ് പോലെ കണ്ടു ആദികേട്ടൻ വഴിയരികിൽ നിൽക്കുന്നത്. തന്നെ കാണുക കണ്ണുകൾ തിളങ്ങുന്നത് കണ്ടപ്പോൾ മുഖം താഴ്ത്തി പെട്ടെന്ന് നടന്നു. ഹാ, എന്താടോ കൺമഷി തനിക്ക് ഒരു മൈൻഡില്ലാത്തേ? ഇനിയിപ്പോൾ രുദ്രൻ തിരിച്ചു വന്നതുകൊണ്ടാണോ? കളിയായിട്ടാണ് പറഞ്ഞതെങ്കിലും തനിക്കിഷ്ടമായില്ല. അത് തൻ്റെ മുഖത്തുണ്ടെന്ന് തോന്നുന്നു. പിന്നീടൊന്നും പറഞ്ഞില്ല. ശരിക്കും രുദ്രന് എന്താ പറ്റിയത്? തനിക്കൊപ്പം നടത്തം തുടരവേ തന്നെ നോക്കി ചോദിച്ചു. അറിയില്ല, തറവാട്ടിലുണ്ടല്ലോ രുദ്രേട്ടൻ, അത്രയിടം വരെ വന്നാൽ അറിയാൻ പറ്റിയിട്ടുണ്ടാകും. മുഖം കനപ്പിച്ച് അത് പറഞ്ഞപ്പോൾ പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല. ആളൊരു പാവമാണ്, പക്ഷേ രുദ്രേട്ടനെ ഇഷ്ടമല്ല. കുശുമ്പാണ് രുദ്രേട്ടനോട്. ഒരു പക്ഷേ തൻ്റെ മനസ്സിൽ ആദ്യമായി സ്ഥാനം പിടിച്ചു ആ മുഖമല്ലേ, അതുകൊണ്ടാവും. എൻ്റെ മാഷേ, എന്നോടൊന്ന് പറഞ്ഞൂടെ ഇഷ്ടമാന്ന്? ഒന്നുമില്ലേലും വർഷം കുറേ ആയില്ലേ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. ഒരിക്കൽ ക്ലാസ്സിൽ നിന്നിറങ്ങുമ്പോൾ ആരും കൂടെയില്ലെന്ന് ഉറപ്പാക്കിയപ്പോൾ പിന്നാലെ ചെന്ന് ചോദിച്ചു. അതിന് കിട്ടിയതോ മുഖമടച്ചൊരെണ്ണവും. ആദ്യം ചെന്ന് പറഞ്ഞത് അങ്ങേരുടെ അനിയത്തിയോട് തന്നെയായിരുന്നു. എന്നാൽ മറുപടിയോ? നിനക്ക് ഭ്രാന്താണോ കൺമഷി ആ കുരങ്ങിനെ പ്രേമിക്കാൻ? അങ്ങേർക്ക് പ്രണയം ആരോ എഴുതിയ കുറേ പുസ്തകങ്ങളോടാണടി. പിന്നെ ദേ അങ്ങേരുടെ പോക്കറ്റിലെ ആ നീലമഷി പേനയോടും. അല്ലാതെ അങ്ങേര് ആരെങ്കിലും പ്രേമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ പറഞ്ഞു തീർന്നതും മുൻപിൽ ഒരു നിഴൽ വന്നു നിന്നു. നോക്കുമ്പോൾ തന്നെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കോ ദേവേ കൂട്ടുകാരിയോട്. പഠിപ്പിക്കുന്ന സാറിനെ തന്നെ പ്രേമിക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ലെന്ന്. വീട്ടിലെ വേലക്കാരി ചേച്ചിയുടെ മോൾക്ക് ഇത്ര അഹങ്കാരമോ? ആ അമ്മയെ ഓർത്ത് ഇതാരോടും പറയാത്തത്. ഇനി ഇങ്ങനെ ഉണ്ടായ ഇതായിരിക്കില്ല അവസ്ഥ, ഓർത്തോ നീ? തന്നെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് രുദ്രേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ കണ്ണുകൾ എന്തിനോ എന്ന പോലെ നിറഞ്ഞു. പക്ഷേ ദേവിയും രാജീവും കാണാതിരിക്കാൻ അത് മറച്ചു. ദേവിയും രാജീവുമായിരുന്നു തൻ്റെ പഠിക്കുന്ന കാലം തൊട്ടേയുള്ള കൂട്ടുകാര്. 3 ശരീരവും ഒരു മനസ്സുമുള്ളവർ. അന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന മാഷായിരുന്നു രുദ്രേട്ടൻ. കുഞ്ഞിലെ എന്നോ തൊട്ട് തുടങ്ങിയ ഇഷ്ടമാണ് രുദ്രേട്ടനോട്. കുറേ കാലം മനസ്സിൽ മാത്രം കൊണ്ടു നടന്നു. എന്നാൽ രുദ്രേട്ടൻ മറ്റു കുട്ടികളോട് അടുത്തിടപഴകുമ്പോൾ എന്തോ ഒരു ദേഷ്യം തോന്നും, കുശുമ്പ് തോന്നും. അങ്ങനെ ഒരിക്കൽ ആതിരയോട് ചേർന്ന് നിന്ന് സംസാരിച്ചതിന് അവൾക്കിട്ടൊന്ന് കൊടുത്തു. അത് ചോദിക്കാൻ വന്നതായിരുന്നു. ഇഷ്ടമാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. അതിൻ്റെ മറുപടിയായി ഒന്ന് മുഖത്തിനിട്ട് കിട്ടുകയും ചെയ്തു. ആ, പ്രേമമാണെന്ന് പറഞ്ഞു പോയിട്ട് കയ്യോടെ മേടിച്ചല്ലോ മോള്. രാജീവ് മുഖത്ത് നോക്കി കളിയോടെ പറഞ്ഞപ്പോൾ ചെറുതായി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഇവൾക്ക് ഭ്രാന്താടാ, നല്ല മുഴുത്ത ഭ്രാന്ത്. ഭ്രാന്തൊന്നും അല്ലടി ദേവേ, എനിക്ക് ശരിക്കും ഇഷ്ടാടി. എനിക്ക് നിന്റെ ഏട്ടനെ. വെറും മരം ചുറ്റി പ്രേമമൊന്നും അല്ലടി. വർഷം കുറേയായി അങ്ങേരൻ്റെ മനസ്സിൽ കയറിയിട്ട്. ഉള്ളിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നപ്പോൾ രണ്ടാളും തന്നോട് ചേർന്ന് നിന്ന് ആശ്വസിപ്പിച്ചു. അറിയാഞ്ഞിട്ടല്ല പെണ്ണെ, പക്ഷേ ഏട്ടൻ നിന്നെ സ്നേഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അങ്ങേർക്ക് അതൊന്നും ഇഷ്ടമല്ലടി. ഒരു പ്രത്യേക ക്യാരക്ടറാണ് അങ്ങേര്. പിന്നെ നീ ധൈര്യമായി മുന്നോട്ട് പോ, ഞങ്ങൾ രണ്ടാളും കൂടെ ഉണ്ടടി പെണ്ണെ. അവൾ ചേർത്ത് നിർത്തി പറഞ്ഞപ്പോൾ ചുണ്ടിൽ ചെറുപുഞ്ചിരി വിരിഞ്ഞിരുന്നു. വീടിൻ്റെ പടിക്കലെത്തിയപ്പോഴാണ് കൺമഷി ഓർമ്മകളെ ഒളിപ്പിച്ചത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓർമ്മകളെ താലോലിക്കാൻ അവൾക്കെന്നും പ്രിയമാണ്.
അല്ലെങ്കിലും പഴകുന്തോറും വീര്യം കൂടുന്ന ഒരു സമസ്യയല്ലേ ഓർമ്മകൾ, ഒരു നേർത്ത വിരഹം സമ്മാനിക്കുന്ന നമ്മുടെ മാത്രം സ്വകാര്യത. വീട്ടിലെത്തി പെട്ടെന്ന് പണികളൊക്കെ ഒരുക്കി അമ്മയ്ക്കൊപ്പം മനക്കലേക്ക് പോയിരുന്നു. ചെല്ലുമ്പോൾ അവിടുത്തെ അമ്മ അടുക്കളയിൽ ഉണ്ടായിരുന്നു. രുദ്രേട്ടൻ ഒഴിച്ചിലിന് വേണ്ടിയുള്ള എന്തോ മരുന്ന് തയ്യാറാക്കുകയാണെന്ന് തോന്നി. വൈകല്യം ഉണ്ടുകൂടെ. അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു വേഗം മറ്റു പണികൾ തുടങ്ങി. ഒരു സഹായി കൂടെ വേണം എനിക്ക്. പത്യം തുടങ്ങി. തീരുവോണം കൂടെ നിന്ന് ചെയ്യണം. അതിന് പറ്റിയ ആരാണുള്ളത്? വീട്ടിലത്തെ ഒരാളായ ഒന്നുകൂടെ നല്ലത്. രോഗിക്കും അതാവും ഇഷ്ടം. വൈദ്യർ അത് പറയുമ്പോൾ ദേവ മുൻപോട്ട് വന്നു. എന്നാൽ ക്ലാസ് തുടങ്ങുമ്പോൾ അവൾക്ക് പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞ് രുദ്രേട്ടൻ്റെ അമ്മ വേണ്ട എന്ന് പറഞ്ഞു. രുദ്രേട്ടൻ്റെ അമ്മയ്ക്കാണെങ്കിൽ പ്രായമായതുകൊണ്ട് രുദ്രേട്ടനെ എടുക്കാനോ സഹായിക്കാനോ കഴിയില്ല. എന്നാ ഈ കുട്ടി ആയിക്കോട്ടെ, ഇവിടുത്തെ വേലക്കാരി കുട്ടിയല്ലേ ഇത്, അതാവുമ്പോൾ ശമ്പളം കൊടുത്താൽ മതിയല്ലോ. വൈദ്യർ അത് തന്നെ നോക്കി പറഞ്ഞപ്പോൾ ഞെട്ടലോടെ എല്ലാവരെയും നോക്കി. രുദ്രേട്ടൻ്റെ അമ്മയും അത് ശരിവെച്ചു. കുഞ്ഞിലെ മുതൽ ഞങ്ങൾ കളിച്ചു വളർന്നതല്ലേ എന്ന് പറഞ്ഞു. പകച്ച് ഞാൻ അമ്മയെ നോക്കി. അമ്മേ നിക്ക്. ബാക്കി പറയാൻ പ്രയാസപ്പെടുന്ന എന്നെ കാണുകെ അമ്മയൊന്ന് പുഞ്ചിരിച്ചു. സാരല്ല, നിനക്ക് സങ്കടമല്ലായിരുന്നു. നീ കാരണം തകർന്ന ജീവിതമാണ് അവൻ്റെ. ഒരു പ്രായശ്ചിത്തം ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ മോളെ. അമ്മ എന്നെ നോക്കി പറഞ്ഞപ്പോൾ ഞെട്ടലോടെ ചുറ്റും നോക്കി. ഈ ഇരിക്കുന്ന കുഴമ്പെടുത്ത് വാ കുട്ടിയെ. വൈദ്യർ അത് പറഞ്ഞ് മുൻപിൽ നടന്നപ്പോൾ ഒന്ന് പകച്ചു നിന്നു. ചെല്ലു മോളെ, ഒരു പക്ഷെ നീ കൂടെ ഉണ്ടെങ്കിൽ അവൻ്റെ അസുഖം പെട്ടെന്ന് ഭേദമാവും. അമ്മ അത് പറഞ്ഞപ്പോൾ താൻ ഒന്നും മിണ്ടാതെ തൈലവും എടുത്ത് കൂടെ ചെന്നു. ശരിയാണ്, ചിലപ്പോൾ ഭേദമായേക്കാം രുദ്രേട്ടൻ്റെ അസുഖം. അങ്ങനെയാണെങ്കിൽ തനിക്കുണ്ടാവും സന്തോഷം. പറയാൻ പറ്റാത്തതാവും, കാരണം ഇന്നും ഉരുകി തീരുകയാണ് താന്. പക്ഷെ ആ മുഖത്തേക്കൊന്ന് നോക്കാനുള്ള ത്രാണി പോലും ഇല്ലല്ലോ തനിക്ക് എന്ന് ഓർക്കുമ്പോൾ. വാതിലിൻ്റെ അനക്കം കേൾക്കെ ജനലിൻ്റെ ഭാഗത്തേക്ക് കിടന്ന രുദ്രൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് വൈദ്യർ വരുന്നത് കാണുന്നത്. എന്നാൽ അദ്ദേഹത്തിന് പിന്നാലെ കയ്യിൽ പാത്രവുമായി വരുന്നവളെ കാണുകെ അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. പക്ഷെ നിമിഷനേരം കൊണ്ട് തന്നെ അത് കുറുകി. ചുണ്ടിൽ വേദന നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു. കുട്ടിയെ തൈലം അവിടെ വെച്ചോളൂ, ഞാൻ കിഴി വെക്കാനുള്ള മരുന്നെടുത്തിട്ട് വരാം. വൈദ്യർ പറയുമ്പോഴും തൻ്റെ കണ്ണുകൾ താഴ്ന്നു തന്നെ ഇരുന്നു. വൈദ്യർ തന്നെ മറികടന്ന് പോകുമ്പോൾ കയ്യിലുണ്ടായിരുന്ന പാത്രം മേശമേൽ വെച്ചു. എന്താ നിന്റെ ഉദ്ദേശം? ആ ചോദ്യം ശാന്തമായിരുന്നു. പിടപ്പോടെ രുദ്രേട്ടനെ നോക്കുമ്പോൾ കണ്ണുകൾ ജനാലക്കപ്പുറത്തേക്ക് മിഴുനട്ടിരുന്നു. അത് ഞാൻ വൈദ്യർ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇവിടേക്ക്. പിന്നെ അമ്മയ്ക്ക് സഹായത്തിന് വന്നതായിരുന്നു, അല്ലാതെ മറ്റോ. മതി, ശമ്പളം കൃത്യമായിട്ട് കിട്ടുമല്ലോ അല്ലേ? മിഴികൾ തന്നിലേക്ക് നീണ്ടത് ഞെട്ടലോടെ അറിഞ്ഞു. ആ കണ്ണുകളിൽ പഴയ സ്നേഹമില്ല, വാത്സല്യമില്ല, പ്രണയമല്ല, ഒന്നുമില്ല. നേരത്തെ മൂളിൽ മാത്രം നൽകി. എന്നാ കുട്ടിയെ, നീ ഈ തൈലം കാൽ മുഴുവനായി തേച്ചു പിടിപ്പിക്ക്, ഞാൻ അപ്പോഴേക്കും കിഴി വെക്കാം. വൈദ്യർ വന്ന് പറഞ്ഞപ്പോൾ ഒന്ന് മൂളി തൈലം കാലിൽ തേൽക്കാൻ തുടങ്ങി. തന്നെ ഇവിടുന്ന് ആട്ടിപ്പായ്ക്കുമെന്നാണ് വിചാരിച്ചത്. അത്രയ്ക്ക് വലിയ ദ്രോഹമല്ലേ താൻ എല്ലാവരോടും ചെയ്തത്. പക്ഷേ രുദ്രേട്ടൻ്റെ ഇങ്ങനെയൊരു ഭാവം താൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. തൈലം തേക്കുന്നതിനിടയിൽ മനസ്സിൽ ചിന്തിച്ചു. കുട്ടിയെ, ആ ഷർട്ടൊന്ന് അഴിച്ചു മാറ്റൂ. വൈദ്യർ പറഞ്ഞപ്പോൾ ഒന്ന് മടിച്ച് ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചു മാറ്റി. മഞ്ചാടി. ഇടനെഞ്ചിൽ പച്ച കുത്തിയ വരികൾ കാണുകെ അവളുടെ കണ്ണുകൾ ഒരു വേള വിടർന്നു. പെട്ടെന്ന് തന്നെ അവ മങ്ങി. കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു. അവൻ അപ്പോഴും അവളുടെ മുഖത്തെ ഭാവമാറ്റങ്ങൾ നോക്കി കാണുകയായിരുന്നു. ഒരു വേള പഴയ ഓർമ്മകളിലേക്ക് ചേക്കേറി. രുദ്രൻ കുഞ്ഞിന് ടൗണിൽ എവിടെയോ ജോലി കിട്ടിയത്രേ കൺമഷി. അവൻ 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് പോവത്രേ. കോളേജിലേക്ക് പോവാനിറങ്ങുമ്പോൾ ആയിരുന്നു അമ്മ അത് പറഞ്ഞത്. കേട്ടപ്പോൾ ഞെട്ടലായിരുന്നു ആദ്യം. വിശ്വാസം വന്നില്ല. ദേവു ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ശരിയാ കൺമഷി, ഏട്ടൻ ഇന്നലെ വീട്ടിൽ ഇത് പറയുന്നേ. അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. വീട്ടിൽ സമ്മതിക്കില്ലെന്ന് വിചാരിച്ചു അത്രേ. ഇവിടുത്തെ ജോലി താൽക്കാലികമല്ലായിരുന്നു, ഇത് പെർമനൻ്റ് ആണ്. പോരാത്തതിന് നല്ല ശമ്പളവും. കോളേജിലെത്തിയപ്പോൾ ദേവുവിനോട് കാര്യങ്ങൾ അന്വേഷിച്ചു. കേട്ടത് സത്യമാണ് എന്നറിഞ്ഞപ്പോൾ നെഞ്ച് വല്ലാതെ നുറുങ്ങുന്ന വേദന. ക്ലാസ്സിൽ വന്നപ്പോൾ പോകുന്നതിനെ പറ്റിയൊന്ന് സൂചിപ്പിച്ചു. പക്ഷേ അപ്പോഴും തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാത്തത് കണ്ടപ്പോൾ വല്ലാത്തൊരു വേദന തോന്നി. ഹൃദയം നീറുന്ന പോലെ. മാഷേ, ഒന്ന് നിൽക്കുവോ? സ്റ്റാഫ് റൂമിൽ നിന്ന് പോകുന്നവനെ പുറകിൽ നിന്ന് വിളിച്ചപ്പോൾ എന്താണ് എന്ന അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി. മാഷേ, എനിക്ക് മാഷിൻ്റെ ഈ നീലമഷി പേനൊന്ന് തരാമോ? നീർത്തുള്ളികൾ പൊടിഞ്ഞ കണ്ണുകളുള്ള ഒരുവൾ. മുഖത്ത് പണ്ട് കണ്ട പ്രസരിപ്പില്ല. ചുണ്ടിൽ വേദന നിറഞ്ഞൊരു പുഞ്ചിരി മാത്രം. മാഷിനെന്നും ഇഷ്ടം ഈ നീലമഷി പേനയോടായിരുന്നില്ലേ? എനിക്ക് കുശുമ്പ് തോന്നിയിട്ടുണ്ട് കുറേ.
ദേഷ്യം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വേദനയും തോന്നുക. ഞാൻ സൂക്ഷിച്ചു വെച്ചോട്ടെ ഇത്. അവൻ്റെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടിട്ടാവണം അവൾ അവനെ നോക്കി പറഞ്ഞത്. തറവാട്ടിലെ വേലക്കാരിയുടെ വളർത്തു ദോഷമല്ല മാഷേ. കുറേ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചതാ. തെറ്റാണ്, അങ്ങനെയൊന്നും ചെയ്തുകൂടാ എന്നൊക്കെ തിരുത്തി കൊടുത്തതാ. പക്ഷെ പറ്റണില്ല മാഷേ. അവളുടെ ശബ്ദം നേർത്തിടറിയപ്പോൾ മറുപടി കാക്കാതെ തിരിഞ്ഞു നടന്നു. അത് നോക്കി നിന്നവനിലെ ഭാവങ്ങൾ അവൾക്ക് അന്യമായിരുന്നു. എടി കൺമിഷിയെ, നാളെയാട്ടോ എൻ്റെ ഏട്ടൻ പോണത്. ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോണ വഴിക്ക് ദേവു പറഞ്ഞപ്പോൾ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. നിന്റെ ഏട്ടൻ പോണതിന് ഞാനിപ്പോൾ എന്തു വേണം? തലകുത്തി നിൽക്കണോ? കൺമിഷിയും തിരിച്ചു ചിറികൂട്ടി. അല്ലെങ്കിലും ഞാൻ അവിടെ വന്ന് മുത്തശ്ശിക്ക് വിളക്ക് വെച്ചതൊക്കെ വെറുതെയാ. എന്നെ ആർക്കും വേണ്ട. അവൾ അന്ന് സന്ധ്യയ്ക്ക് മുത്തശ്ശി കാവൽ ചെന്ന് വിളക്ക് വെക്കുമ്പോൾ പരിഭവം പറഞ്ഞു. കണ്ണുകൾ രണ്ടും വിതുമ്പുന്നുണ്ട്, ചുണ്ടുകൾ പിളരുന്നുണ്ട്. അങ്ങേരാഞ്ഞോന്ന് അങ്ങേരുടെ വിചാരം? ഈ കൺമിഷിയുടെ പിന്നാലെ എത്ര ചെറുക്കന്മാർ വന്നതാ എന്നറിയോ മുത്തശ്ശിയമ്മയ്ക്ക്? ആരോടൊരിഷ്ടവും തോന്നിയില്ല എനിക്ക്. പക്ഷെ അങ്ങേരെൻ്റെ ജീവനായിരുന്നു. എന്നിട്ടിപ്പോൾ എന്നെ വേണ്ടാതെ പോവല്ലേ? എങ്ങോട്ടോ? പൊക്കോട്ടെ. എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോട്ടെ. അവൾ ഒഴുകി വന്ന് കണ്ണുനീർ തുടച്ചുകൊണ്ട് പദം പറഞ്ഞു. പണ്ടുണ്ടല്ലോ മുത്തശ്ശിയമ്മയ്ക്ക് അറിയോ, എൻ്റെ ഒരു പിറന്നാൾ ദിവസം എനിക്ക് ഉമ്മ തന്നിട്ടുണ്ട് രുദ്രേട്ടൻ. ആ, എന്നിട്ട് നീ ചെയ്തതോ? പിന്നിൽ നിന്നും ഗാംഭീര്യമാർന്ന ശബ്ദം കേൾക്കി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. കൈകൾ പിണച്ചു കെട്ടി നിൽക്കുകയാണ്. ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ തനിക്കരികിൽ വന്നു. അവളാണെങ്കിൽ അപ്പോൾ അവിടുന്ന് അപ്രത്യക്ഷമായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടേക്കിപ്പോൾ വരുമെന്ന്. താൻ ഇന്നും വന്ന് പ്രാർത്ഥിക്കുന്ന അമ്പലമാണ് മുത്തശ്ശിക്കാവ്. തൻ്റെയും രുദ്രേട്ടൻ്റെയും കഥകൾ ഏറ്റവും കൂടുതൽ അറിയുന്നതും മുത്തശ്ശി അമ്മയ്ക്കാണ്. പറയ്, എന്നിട്ട് നീ എന്താ ചെയ്തത്? എല്ലാവരോടും അത് പറഞ്ഞു. എന്നിട്ട് എനിക്ക് തല്ല് മേടിച്ചു തന്നു അല്ലേ? അവൻ അരികെ വന്ന് പറയുമ്പോൾ മുഖം ഉയർത്താതെ തന്നെ നിന്നു. അത് പിന്നെ പിറന്നാൾ സമ്മാനം തരാൻ പറയുമ്പോൾ ഉമ്മയാണോ തരുക? അതും അന്നെനിക്ക് വെറും 10 വയസ്സ് പ്രായം. അവൾ കൂർപ്പിച്ച് അവനെ ഒന്ന് നോക്കി. എന്നിട്ടൊന്നും മിണ്ടാതെ മുത്തശ്ശിക്കാവിനരികിലുള്ള അമ്പലപ്പടവിലേക്ക് നടന്നു. അന്ന് തരാൻ എൻ്റെ കയ്യിൽ വേറെ സമ്മാനമൊന്നും ഇല്ലായിരുന്നു. 15 വയസ്സുകാരന് പിന്നെ നിനക്ക് ആനമുട്ട മേടിച്ചു തരാൻ പറ്റുമോ? അവനും പിന്നാലെ ചെന്ന് അവളിരുന്ന പടവിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു. എന്ന് വെച്ച് ഉമ്മയാണോ കൊടുക്കുക? അവൾ പുരിക ഉയർത്തി അവനെ നോക്കി. ആ, എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ ചിലപ്പോൾ ഉമ്മയും ബാപ്പയും ഒക്കെ കൊടുത്തെന്നിരിക്കും. അവളുടെ മുഖത്ത് നോക്കാതെ മറ്റെവിടെയോ നോക്കി പറഞ്ഞ വാക്കുകൾ കേൾക്കവേ അവൾ ഞെട്ടലോടെ അവനെയൊന്ന് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ്റെ മുഖത്തു നിന്ന് അവളോടുള്ള പ്രണയം അപ്പോൾ വായിച്ചെടുക്കാമായിരുന്നു. അന്നത്തെ പാവാട പെണ്ണിനെ എന്നും ആ കുഞ്ഞു ചെക്കന് ഇഷ്ടമായിരുന്നു. മഞ്ചാടി മണികളെ ഇത്തിൽ കണ്ണി ചെക്കൻ പ്രണയിച്ച പോലെ. അവളുടെ കാതോരമായി വന്ന് പറയുന്നവനെ കാണുക അവളുടെ കവിൾ ചുവന്നു. നാണത്താൽ മെഴുകൽ താഴ്ന്നു. ചുണ്ടിൽ അവനായി ചെറു പുഞ്ചിരി വിരിഞ്ഞു. പ്രണയത്തിൽ ചാലിച്ച പുഞ്ചിരി. മതി കുട്ടിയെ ഒഴിഞ്ഞത്, ഇനി കുളിപ്പിക്കാൻ കൊണ്ടോണം. വൈദ്യരുടെ വാക്കുകൾ കേൾക്കെ അവൾ ഓർമ്മകളിൽ നിന്ന് ഞെട്ടലോടെ ഉണർന്നു. അവൾ മറ്റേതോ ലോകത്തായിരുന്നുവെന്ന് അവന് കണ്ടപ്പോൾ മനസ്സിലായി. ഒരു പക്ഷേ തന്നെ പോലെ തന്നെ പഴയ ഓർമ്മകളിൽ ജീവിക്കുകയായിരിക്കും അവളും. അവനൊന്ന് നിശ്വസിച്ചു. കുളിപ്പിക്കാൻ എടുക്കാൻ അവളും വൈദ്യരും ദേവയും അവനെ താങ്ങി വീൽ ചെയറിൽ ഇരുത്തി. ദേവയ്ക്കിപ്പോൾ രുദ്രേട്ടൻ വന്നതിൽ പിന്നെ പഴയ ദേഷ്യം തന്നോടില്ലാത്ത പോലെ തോന്നി. മാത്രവുമല്ല, തന്നെ കാണുമ്പോൾ ഇപ്പോൾ നേർത്ത പുഞ്ചിരി തരാറുണ്ട്. അല്ലെങ്കിൽ മുഖത്ത് പോലും നോക്കാത്തവളാണ്. കുളി കഴിഞ്ഞ് വന്ന് കിടത്തുമ്പോഴും അവനൊന്നും മിണ്ടിയിരുന്നില്ല. വൈദ്യരും മരുന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആളിനി പഞ്ചകർമ്മ ചെയ്യാൻ മാത്രമേ വരൂ അത്രേ. ബാക്കിയെല്ലാം താൻ ചെയ്യണം. ദേവ പോകുന്നത് വരെ അവൾ ഉണ്ടാവും. അതിനുശേഷം താൻ മാത്രം. പിന്നെ സഹായത്തിന് രുദ്രേട്ടൻ്റെ അമ്മയും. കേട്ടപ്പോൾ ഒന്നും മിണ്ടിയില്ല. ഒരു പക്ഷേ അതൊന്നും ചെയ്താൽ പോലും താൻ ചെയ്തതിന് ഒന്നും പകരമാവില്ല. എനിക്ക് വായിക്കാനൊരു പുസ്തകം വേണം, എൻ്റെ മേശയിലുണ്ടാവും. അവന് ഭക്ഷണവും കൊടുത്തു പോകാനൊരുങ്ങുമ്പോഴാണ് പിന്നിൽ നിന്ന് കേട്ട ശബ്ദം. ഒന്ന് തലയാട്ടി മേശ തുറന്നപ്പോൾ കണ്ടു പണ്ട് തന്നെ ഏറെ ചൊടിപ്പിച്ച ആ നീലമഷി പേന. കൗതുകത്തോടെ അതെടുത്തു. വർഷം ഇത്രയായിട്ടും ഒരു മാറ്റവുമില്ല. നിറം പോലും മങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും എഴുതാറുണ്ട് എന്ന് തോന്നുന്നു. എനിക്കേറെ ഇഷ്ടമാണത്. ഇഷ്ടപ്പെട്ട പലരെയും നഷ്ടമായിട്ടും അതുമാത്രം എന്നോട് ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നെൻ്റെ പ്രണയം ഒരു പക്ഷേ ആ നീലമഷി പേനയോടാണ്. കേട്ടെങ്കിലും ഒന്നും പറഞ്ഞില്ല. അതവിടെ തന്നെ വെച്ച് അരികിലായിരിക്കുന്ന MTയുടെ മഞ്ഞ് എന്ന പുസ്തകം എടുത്ത് ആൾക്ക് കൊടുത്തു. എന്നിട്ട് തിരികെ നടന്നു. അപ്പ പതിഞ്ഞ ശബ്ദത്തിൽ കേട്ടു, വരൂ, വരാതിരിക്കില്ല.